മലബാറിന്റെ ആരാധനാമൂർത്തികളായ തെയ്യങ്ങൾക്ക് പ്രതിഷ്ഠാസ്ഥാനം ഒരുക്കുന്നതിനുള്ള തിരക്കിലാണ് കാസർഗോഡ് ജില്ലയിലെ യുവശില്പി ലോഹിതാക്ഷൻ. പാരമ്പര്യമായി കിട്ടിയ പ്രതിഭയും കൈവഴക്കവും കൂടി ചേർന്നതോടെ ലോഹിതാക്ഷന്റെ ശില്പങ്ങൾക്ക് മലബാറിൽ ആവശ്യക്കാർ ഏറെയാണ്. തുളുനാടിന്റെ സംസ്കാരവുമായി ഇണചേർന്ന് നിൽക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ടുത്സവത്തിലെ ആരാധനാമൂർത്തികളായ കണ്ടനാർക്കേളൻ, തൊണ്ടച്ചൻ, കോരച്ചൻ, കാർന്നോൻ, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾക്കാണ് ചിത്രപ്പണികളിൽ തീർത്ത സ്തംഭങ്ങൾ ഒരുക്കുന്നത്. അതിസൂക്ഷ്മതയോടെ ചെയ്തു തീർക്കുന്ന സ്തംഭ നിർമ്മാണത്തിലെ പൂർണ്ണതയാണ് ലോഹിതാക്ഷനെ ഈ മേഖലയിൽ തിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. പരേതനായ കേളോത്ത് കുഞ്ഞിരാമൻ ആചാര്യയുടെ മകനായ ലോഹിതാക്ഷനി അച്ഛൻ തന്നെയായിരുന്നു ഗുരു. അച്ഛൻ രോഗബാധിതനായപ്പോഴാണ് ലോഹിതാക്ഷൻ സ്തംഭ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. 96-ലാണ് ഞാൻ മരപ്പണിക്ക് ഇറങ്ങിയത്. 96-ന് ശേഷം പിന്നെ 9 ഈ വയനാട്ടുകുലവൻ്റെ 9ഓളം പണി എടുത്തു പ്രതിഷ്ഠരെ. ചിത്താരി പൊയ്യക്കരയിലെ തെക്കേ വീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിന്റെ സ്തംഭ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ലോഹിതാക്ഷൻ. 40 വർഷത്തിലധികം പ്രായമുള്ള പ്ലാവ് മരമാണ് ഇതിനായി കണ്ടെത്തുന്നത്. സ്തംഭങ്ങൾ പൂർത്തിയാക്കുന്നതോടെയാണ് പ്രതിഷ്ഠാദിനം നിശ്ചയിക്കുക. പിന്നീട് പ്രതിഷ്ഠാദിനത്തിൽ ശില്പിയിൽ നിന്നും തറവാട്ടുമൂപ്പനും ആചാരസ്ഥാനികരും സ്തംഭം ഏറ്റുവാങ്ങും. വരും നാളുകളിലും ഈ മേഖലയിൽ മിഴിവാർന്ന ശില്പങ്ങളും സ്തംഭങ്ങളും പൂർത്തിയാക്കാനാവുമെന്ന വിശ്വാസത്തിലാണ് ലോഹിതാക്ഷനും സഹപ്രവർത്തകരും. റിപ്പോർട്ടർ, കാസർഗോഡ്.